എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആൻഡ് റീജിയണൽ ട്രെൻഡ്സ് ഇൻ ടൂറിസം എന്ന യൂണിറ്റ് 3 നമുക്കറിയാം, വിനോദസഞ്ചാരത്തിലായാലും ഏതൊരു വ്യാവസായിക മേഖലയിലായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് മാർക്കറ്റിംഗ്. നമുക്കറിയാം, നമ്മുടെ ഉൽപ്പന്നങ്ങളെ ശരിയായ രീതിയിൽ എഫക്റ്റീവായി ജനറൽ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെ നമുക്ക് മാർക്കറ്റിംഗ് എന്ന് വിശേഷിപ്പിക്കാം. അതിൽ ആഫ്റ്റർ സെയിൽസ് സർവീസ് ആണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇവിടെ ടൂറിസം മാർക്കറ്റിംഗ് എന്നത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. Marketing tourism products is different from most other products because what is being sold is consumption of an experience rather than a tangible product. നമുക്ക് ഉൽപ്പന്നങ്ങളെ രണ്ടായി തിരിക്കാം, ടാഞ്ചിബിൾ പ്രൊഡക്ട്സ് എന്നും ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ് എന്നും. നമുക്ക് കാണാൻ സാധിക്കുന്ന, ടച്ച് ചെയ്യാൻ സാധിക്കുന്ന, സ്മെൽ ചെയ്യാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളെ ഒരു ഫിസിക്കൽ യൂണിറ്റിനെ നമുക്ക് ടാഞ്ചിബിൾ പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം. എന്നാൽ വിനോദസഞ്ചാരത്തിലെ മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ് ആണ്. അതായത് അതിൻ്റെ കൺസംഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ്, അനുഭവിക്കുക എന്നതാണ്. അതായത് വിനോദസഞ്ചാരത്തിൽ നാം വാങ്ങുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഉൽപ്പന്നം താൽക്കാലികമായി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്ക് ലഭിക്കുകയില്ല. ഉദാഹരണം, നാം ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കുന്നുവെങ്കിൽ ആ ഹോട്ടൽ റൂം നാം ഉപയോഗിച്ച ശേഷം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. അതിന് ഉൽപ്പന്നം ഉപയോഗിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അതിൻ്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കാൻ സാധിക്കില്ല. പക്ഷേ നാം ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ, ഒരു ടാഞ്ചിബിൾ ഉൽപ്പന്നമായ കാറ് നാം വാങ്ങുകയാണെങ്കിൽ കാറിൻ്റെ ഉടമസ്ഥാവകാശവും കൈവശാവകാശവും നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇത് കൈവശാവകാശം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതായത് ഒരു നല്ല എക്സ്പീരിയൻസ്, മനസ്സിന് സുഖം നൽകുന്ന ഒരു കാഴ്ച ആണ് വിനോദസഞ്ചാരത്തിലെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം. ഇവിടെ നമുക്ക് ലഭിക്കുന്നത് സർവീസസ് ആൻഡ് എക്സ്പീരിയൻസ് ആണ്, സേവനങ്ങളാണ്. ആ സേവനങ്ങളുടെ ക്വാളിറ്റി ആണ് നാം മാർക്കറ്റിങ്ങിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ഹിയർ ദി പ്രൊഡക്റ്റ് ഈസ് പ്രൈമർലി സർവീസ് ബേസ്ഡ്. ക്രിപ്പൻഡോഫിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ടൂറിസം മാർക്കറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ, ആസ് ദി സിസ്റ്റമാറ്റിക് ആൻഡ് കോഓർഡിനേറ്റഡ് എക്സിക്യൂഷൻ ഓഫ് ബിസിനസ് പോളിസീസ് by both private and public sector tourism organizations operated at local, regional, national or international level to achieve the optimal satisfaction of the needs of indefinable tourist groups and in doing so to achieve and appropriate return. പ്രിയമുള്ളവരെ, ടൂറിസത്തിലെ പ്രൊഡക്റ്റിന് ചില യൂണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട 4 നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഇൻടാഞ്ചിബിലിറ്റി, 2 പെരിഷബിലിറ്റി, 3 ഇൻസെപ്പറബിലിറ്റി, 4 ഹെറ്ററോജിനിറ്റി. മുമ്പ് നാം സംസാരിച്ചതുപോലെ ഇൻടാഞ്ചിബിലിറ്റി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ടച്ച് ചെയ്യാനോ കാണാനോ മറ്റും സാധിക്കുകയില്ല ഒരു ഉൽപ്പന്നം, പക്ഷേ ആ ഉൽപ്പന്നം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ഫിസിക്കൽ പ്രോഡക്റ്റും സർവീസും തമ്മിലുള്ള വ്യത്യാസം. ഫിസിക്കൽ പ്രോഡക്റ്റ് നമുക്ക് കണ്ട് ആസ്വദിക്കാം, എന്നാൽ ഒരു സർവീസ് പ്രോഡക്റ്റ് നമുക്ക് കാണാനേ സാധിക്കുകയുള്ളൂ, പക്ഷേ അത് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. അതായത് തിങ്സ് വിച്ച് വി ക്യാൻ ടച്ച്, സീൻ, ഫെൽറ്റ് ആർ കോൾഡ് ഇൻടാഞ്ചിബിൾ ഗുഡ്സ്, ബട്ട് വി ക്യാൻ ഓൺലി എക്സ്പീരിയൻസ്, വി കാനോട്ട് ടച്ച് ഓർ സ്മെൽ, ദാറ്റ് ഈസ് കോൾഡ് ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ്. വിനോദസഞ്ചാരത്തിൽ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും ഇൻടാഞ്ചിബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വെദർ ഇറ്റ് ഈസ് എ ഗുഡ് ഓർ ബാഡ് എക്സ്പീരിയൻസ് വി ക്യാൻ ഡിറൈവ്. രണ്ടാമത്തേത് പെരിഷബിലിറ്റി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് യാത്രയാകുന്ന ഒരു വിമാനത്തിൽ 100 സീറ്റുകളുണ്ടെങ്കിൽ അതിൽ 80 സീറ്റുകളെ ഫില്ലായിട്ടുള്ളൂ, ബാക്കി 20 വേക്കൻ്റ് ആണ്. ആ 20 വേക്കൻ്റായ സീറ്റുകളെ നമുക്ക് അടുത്ത ദിവസത്തെ സീറ്റുകളുമായി കമ്പയർ ചെയ്ത് നമുക്ക് ആ ഒഴിവ് നികത്താൻ സാധിക്കുകയില്ല. ഇന്നത്തെ നഷ്ടം തന്നെയായിരിക്കും. നാളെ മറ്റൊരു സർവീസാണ് വിമാനം നടത്തുക. അപ്പോൾ അതിൽ 100 സീറ്റുകളുണ്ടെങ്കിൽ നമുക്ക് 120 പേരെ, ഇന്നത്തെ 20 പേരെ അഡീഷണൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇന്നത്തെ 80 ബാലൻസ് ഉള്ള 20 നമുക്ക് നഷ്ടമായി തന്നെ തുടരും. ഓക്കെ, അപ്പോൾ ഇന്ന് എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാവുന്ന പെരിഷബിൾ ആയിട്ടുള്ള ഉൽപ്പന്നമാണ് വിനോദസഞ്ചാരത്തിലേത്. അടുത്തതാണ് ഇൻസെപ്പറബിലിറ്റി. നമുക്കറിയാം, വിനോദസഞ്ചാരത്തിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ എന്നത് ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, അട്രാക്ഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണെങ്കിൽ വിനോദസഞ്ചാരം എന്ന് പറയാൻ സാധിക്കില്ല. അക്കോമഡേഷൻ മാത്രമാണെങ്കിലും വിനോദസഞ്ചാരമല്ല. ഇനി എവിടെയെങ്കിലും വെറുതെ കാഴ്ച കാണുന്നത് വിനോദസഞ്ചാരമല്ല. ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും അട്രാക്ഷനും കൂടെ കൂടിയാൽ മാത്രമേ നമുക്ക് വിനോദസഞ്ചാരമായി കാണുവാൻ സാധിക്കുകയുള്ളൂ. 4ാമത്തെ പ്രത്യേകതയാണ് ഹെറ്ററോജിനിറ്റി. അതായത് വിനോദസഞ്ചാരത്തിലെ ഒരു ഉൽപ്പന്നം പോലെ ഒരേ ഒരു ഉൽപ്പന്നമേ ഉണ്ടാവുകയുള്ളൂ. ഐഡൻറ്റിക്കലായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള സാധ്യത കുറവാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, താജ്മഹൽ ഒറിജിനൽ ഒന്നേ ഉള്ളൂ. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായേക്കാം, പക്ഷേ ഒറിജിനൽ താജ്മഹലിൻ്റെ ഫീലിംഗ് നമുക്ക് അതിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതാണ് ഹെറ്ററോജിനിറ്റി എന്ന വിനോദസഞ്ചാരത്തിൻ്റെ 4ാമത്തെ പ്രത്യേകത. ഇവിടെ പറയാത്ത ഒരു പ്രത്യേകത കൂടി പരാമർശിക്കാം, സീസണാലിറ്റി. ടൂറിസം പ്രൊഡക്ട്സ് ആർ ഹൈലി സീസണൽ.
സഞ്ചാരത്തിലെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്നത് പ്രൈസ് ഹൈ ആയിരിക്കും, എന്നാൽ ഓഫ് സീസണിൽ പ്രൈസ് വളരെ ലോ ആയിരിക്കും. അതായത് സീസണൽ പ്രൈസിംഗ് ആണ് വിനോദസഞ്ചാരത്തിൽ ഉള്ളത്. എന്നാൽ ഇന്ന് മൺസൂൺ ടൂറിസം പോലെയുള്ള കൺസെപ്റ്റുകൾ വന്നപ്പോൾ അതിനൊക്കെ കുറേയേറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കർക്കിടക മാസത്തിലെ യാത്രകളും മറ്റും നമുക്ക് കേരളത്തിലെ നാലമ്പല ദർശനവുമായി ബന്ധപ്പെടുത്തിയൊക്കെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അപ്പോൾ ആ സീസണിൽ ഒരു പരിധിവരെ സീസണൽ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിൽ വലിയ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അടുത്തതായി നാം സംസാരിക്കുന്നത് വിനോദസഞ്ചാരത്തിലെ മേജർ സ്റ്റെപ്സ് ആണ്. ടൂറിസം മാർക്കറ്റിങ്ങിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ 4. ഒന്നാമത്തേത് മാർക്കറ്റ് റിസർച്ച്, രണ്ടാമത്തേത് പ്രൊഡക്റ്റ് ഫോർമുലേഷൻ, മൂന്നാമത്തേത് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, നാലാമത്തേത് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ആവർത്തിക്കുന്നു: മാർക്കറ്റ് റിസർച്ച്, പ്രൊഡക്റ്റ് ഫോർമുലേഷൻ, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഈ 4 സ്റ്റെപ്പുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തതാണ് മാർക്കറ്റിംഗ് മിക്സ്. വിനോദസഞ്ചാരത്തിലെ മാർക്കറ്റിംഗ് മിക്സുകളെ നമുക്ക് 7 Pകൾ എന്ന് വിശേഷിപ്പിക്കാം. സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്ന മാർക്കറ്റിംഗ് മിക്സ് തന്നെയാണത്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, പീപ്പിൾ, പ്രോസസ് ആൻഡ് ഫിസിക്കൽ എവിഡൻസ്. ഈ കാര്യങ്ങളാണ് വിനോദസഞ്ചാരത്തിലെ 7 Ps ഇൻ മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഇതിലെ ആദ്യത്തെ 4 വളരെ പ്രധാനപ്പെട്ടതാണ്: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതിനുശേഷം വരുന്ന പീപ്പിളും പ്രോസസ്സും ഫിസിക്കൽ എവിഡൻസും കൂടി ചേർന്ന് 7 ആകുന്നു. അപ്പോൾ 4ഉം 3ഉം 7 മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ 7 Pകൾ. മാർക്കറ്റിങ്ങിൽ 7 Ps എന്ന് അറിയപ്പെടുന്നത്. പിയിൽ ആരംഭിക്കുന്ന 7 വാക്കുകൾ. അടുത്തതാണ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ എന്നത്. ഐഡൻറ്റിഫൈയിങ് ടൂറിസ്റ്റ് കസ്റ്റമേഴ്സ് ആൻഡ് ഡിസൈഡിങ് ഓൺ ഹൗ ടു മീറ്റ് ദെയർ വാണ്ട്സ് ആൻഡ് നീഡ്സ്. Learn more about the customers, making the heterogeneous market into a homogeneous market. വിനോദസഞ്ചാരികളുടെ വിവിധ തരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ഉപാധി കൂടിയാണ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ. ഒരു ടൂറിസം മാർക്കറ്റിനെ വിവിധ സെഗ്മെൻറ്റുകളായി തിരിക്കുന്ന പ്രക്രിയയെ നമുക്ക് ഇറ്റ് ഈസ് ദി പ്രോസസ് ത്രൂ വിച്ച് potential buyers with similar needs and characteristics are grouped together so that a tourist organization can apply marketing strategies for the selected market segment effectively. ഓരോ സെഗ്മെൻറ്റിലേക്കും എഫക്റ്റീവായിട്ട് ടാർഗറ്റ് മാർക്കറ്റിനനുസരിച്ച് കസ്റ്റമേഴ്സിനെ കണ്ട് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് ഫോർമുലേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പ്രക്രിയയെ നമുക്ക് ടൂറിസം മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ എന്ന് വിശേഷിപ്പിക്കാം. എന്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ ആവശ്യം എന്നത് നമുക്ക് 3 പോയിൻറ്റ്സായി മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ട്രാവൽ മാർക്കറ്റ് ഈസ് ടു ലാർജ് ടു റീച്ച് എഫിഷ്യൻ്റ്ലി. ട്രാവൽ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ബിസിനസ് മേഖല ആണ്. രണ്ടാമത്തേത്, ട്രാവൽ മാർക്കറ്റ് ഈസ് ടു ഡൈവേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ്. അതിൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വ്യത്യസ്തത വളരെ കൂടുതലായതുകൊണ്ട് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സെഗ്മെൻറ്റ്സ് ആയാലും നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഏരിയാസ് കണ്ടെത്തി അലോക്കേഷൻ നടത്താൻ സാധിക്കും. മൂന്നാമത്തേത്, ബ്രേക്കപ്പ് ദി മാർക്കറ്റ് വിൽ മേക്ക് ഇറ്റ് ഈസിയർ ടു മാനേജ്. ഒരു മാർക്കറ്റിനെ ലാർജ് സ്കെയിലുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സെഗ്മെൻറ്റുകളായി തിരിക്കുമ്പോൾ നമുക്ക് എഫക്റ്റീവായിട്ട് അത് മാനേജ് ചെയ്യാൻ സാധിക്കും. അതാണ് ടൂറിസം മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട 3ാമത്തെ ആവശ്യകത. ബെനിഫിറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, അണ്ടർസ്റ്റാൻഡ് ദി നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും അറിയുക. രണ്ടാമത്തേത്, അലോക്കേറ്റ് മാർക്കറ്റിംഗ് എക്സ്പെൻസസ് എഫക്റ്റീവ്ലി. മാർക്കറ്റിങ്ങിലെ ചിലവുകൾ എഫക്റ്റീവായിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. മൂന്നാമത്തേത്, ഫർദർ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. പ്രൊഡക്ട്സും സർവീസസും കൂടുതൽ ഭംഗിയായി ഡെവലപ്പ് ചെയ്യുക. നാലാമത്തേത്, ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മോർ പ്രിസൈസ്ലി. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറച്ചുകൂടി വ്യക്തമാക്കി മാർക്കറ്റിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കുക എന്നതാണ് 4ാമത്തെ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ്റെ ബെനിഫിറ്റായി നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഇനി എങ്ങനെയൊക്കെ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ നടത്താം? ഒന്നാമത്തേത്, ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഗ്രൂപ്പിംഗ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ ലൊക്കേഷൻ, ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ബേസിസ് ഫോർ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ. അവരുടെ സ്ഥലത്തിനനുസരിച്ച് ഏത് ജോഗ്രഫിക്കൽ ഏരിയയിലാണ് അവർ താമസിക്കുന്നതിനനുസരിച്ച് സെഗ്മെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ എന്ന് വിശേഷിപ്പിക്കാം. രണ്ടാമത്തേത്, സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. അവരെ നമുക്ക് അവരുടെ പ്രയോറിറ്റീസ്, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ഒപ്പീനിയൻ, ആറ്റിറ്റ്യൂഡ്, അതുപോലെ ഇൻട്രസ്റ്റ്, ഇതൊക്കെ അനുസരിച്ച് തരംതിരിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് വിശേഷിപ്പിക്കാം. മൂന്നാമത്തത്, പേഴ്സണാലിറ്റി. അവർ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ, കോഗ്നിഷൻ, ഇതൊക്കെ അനുസരിച്ച് അവരെ തരംതിരിക്കുന്നതിന് നമുക്ക് പേഴ്സണാലിറ്റി സെഗ്മെൻറ്റേഷൻ എന്ന് വിശേഷിപ്പിക്കാം. അടുത്തത്, ഡീമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഒരു ഡീമോഗ്രാഫിക് സെഗ്മെൻറ്റേഷനിൽ ഉൾപ്പെടുന്നത് ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ ആണോ, ഏജ്, എത്തിനിസിറ്റി, അവരേത് നിറത്തിൽ അല്ലെങ്കിൽ ഏത് തരത്തിൽ ഏഷ്യക്കാരാണോ, അങ്ങനെയുള്ള ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്, ഒക്കുപ്പേഷൻ, അവരുടെ ജോലി, അവരുടെ എഡ്യൂക്കേഷൻ ലെവൽ, ഇൻകം, ഹൗസ് ഹോൾഡ് സൈസ്, ഫാമിലി സിറ്റുവേഷൻ, ഇതിനനുസരിച്ച് നമ്മൾ തരംതിരിക്കുന്നത് നമുക്ക് ഡീമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കാം. അടുത്തത്, സോഷ്യോ കൾച്ചറൽ സെഗ്മെൻറ്റേഷൻ. അതായത് അവരുടെ മതപരമായ റിലീജിയൻ, സോഷ്യൽ ക്ലാസ്, സമൂഹത്തിലെ അവരുടെ സ്ഥാനം, ഫാമിലി, ലൈഫ് സ്റ്റൈൽ, സ്റ്റാറ്റസ്, അതിനനുസരിച്ച് തരംതിരിക്കുന്നത് നമുക്ക് സോഷ്യോ കൾച്ചറൽ സെഗ്മെൻറ്റേഷൻ എന്ന് വിശേഷിപ്പിക്കാം. അവസാനത്തെ സെഗ്മെൻറ്റേഷനാണ് പ്രൊഡക്റ്റ് റിലേറ്റഡ് സെഗ്മെൻറ്റേഷൻ. അതായത് ബെനിഫിറ്റ്സ്, അവർക്ക് നൽകുന്ന ഗുഡ് സർവീസ്, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഡിഗ്രി ഓഫ് കമ്പനി ലോയൽറ്റി, അങ്ങനെയെല്ലാം അവരെ തരംതിരിക്കുന്നതിന് നമുക്ക് പ്രൊഡക്റ്റ് റിലേറ്റഡ് സെഗ്മെൻറ്റേഷൻ എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, പേഴ്സണാലിറ്റി, ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ,
സോഷ്യോ കൾച്ചറൽ സെഗ്മെൻറ്റേഷൻ, പ്രൊഡക്റ്റ് റിലേറ്റഡ് സെഗ്മെൻറ്റേഷൻ എന്നിങ്ങനെ നമുക്ക് 7 ആയി നമുക്ക് മാർക്കറ്റിങ്ങിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും.